ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് മൈക്രോ എക്കണോമിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗങ്ങൾ നോക്കാം. കൺസ്യൂമർ മാർക്കറ്റിൽ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് കൺസ്യൂമറിൻ്റെ, ഉപഭോക്താവിൻ്റെ മെയിൻ ആക്ടിവിറ്റി? കൺസംഷൻ, ഉപഭോഗം. ഉപഭോഗം എന്ന് വെച്ചാൽ എന്താണ്? ഒരാൾ തൻ്റെ ഏതെങ്കിലും ഒരു ആവശ്യം നിറവേറ്റുന്നതിനായി ഒരു വസ്തു മാർക്കറ്റിൽ പോയി വാങ്ങി ഉപയോഗിക്കുന്നതിനെയാണ് ഉപഭോഗം എന്ന് പറയുന്നത്. മാർക്കറ്റിൽ പോയി വാങ്ങണമെങ്കിൽ ആദ്യം കൺസ്യൂമറിന് എന്തുണ്ടായിരിക്കണം? ഡിമാൻഡ് ഉണ്ടായിരിക്കണം. നമ്മൾ ഈ പോർഷനിൽ കൺസ്യൂമറിൻ്റെ ഡിമാൻഡിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണയായി കേൾക്കാറുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കാറുള്ള ഒരു വാക്കാണ് ഡിമാൻഡ്, അല്ലേ? എന്താണ് ഡിമാൻഡ്? ഒരു വസ്തു വേണമെന്നുള്ള ആഗ്രഹം. അതുമാത്രം പോരാ, ആ വസ്തു സ്വന്തമാക്കാൻ ആവശ്യമായ പണം കയ്യിലുണ്ടായിരിക്കണം. അതും പോരാ, ആ പണം ഉപയോഗിച്ച് ആ വസ്തു അല്ലെങ്കിൽ ഗുഡ് വാങ്ങാൻ കൺസ്യൂമർ തയ്യാറായിരിക്കണം. അഥവാ തൻ്റെ കൈവശമുള്ള പണം ആ വസ്തുവിന് വേണ്ടി ചെലവാക്കാൻ കൺസ്യൂമർ തയ്യാറായിരിക്കണം. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് കൺസ്യൂമർ ഒരു ഗുഡ് ഡിമാൻഡ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ഗുഡ് കൺസ്യൂമർ ഡിമാൻഡ് ചെയ്യണമെങ്കിൽ 3 കാര്യങ്ങൾ അതിനകത്തുണ്ടായിരിക്കണം. ഒന്ന്, ആ വസ്തു കൺസ്യൂമറിന് ആവശ്യമുള്ള അല്ലെങ്കിൽ ആഗ്രഹമുള്ള ഒരു വസ്തുവായിരിക്കണം. 2, അതിനെത്ര വിലയാണോ അത് കൊടുക്കാനുള്ള പ്രാപ്തി കൺസ്യൂമറിനുണ്ടായിരിക്കണം. 3, തൻ്റെ കൈവശമുള്ള പണം ആ വസ്തുവിന് വേണ്ടി ചെലവാക്കാനുള്ള സന്നദ്ധത കൺസ്യൂമറിനുണ്ടായിരിക്കണം. അതായത് ഡിസയർ ഉണ്ടായിരിക്കണം, എബിലിറ്റി ടു പേ ഉണ്ടായിരിക്കണം, വില്ലിങ്നെസ് ടു പേ ഉണ്ടായിരിക്കണം. ഇതെല്ലാം ചേർന്നതാണ് ഡിമാൻഡ്. അപ്പോൾ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിമാൻഡ് ഈസ് ഡിസയർ ബാക്ക്ഡ് ബൈ എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു പേ for a good. Factors determining demand for a good. ഒരു ഗുഡിൻ്റെ ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ. എന്തൊക്കെ ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ ഒരു ഗുഡ് ഡിമാൻഡ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഒരു ഉപഭോക്താവ് ഒരു ഗുഡ് ഡിമാൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അയാളെ സ്വാധീനിക്കുന്നത്? 3 കാര്യങ്ങളാണ് പ്രധാനമായും ഒരു കൺസ്യൂമറിൻ്റെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്നത്. ഒന്നാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, പ്രൈസ് ഓഫ് ദ ഗുഡ്, ആ ഗുഡിൻ്റെ വില. രണ്ടാമത്തേത്, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, കൺസ്യൂമറിൻ്റെ വരുമാനം. 3, പ്രൈസസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ഒരു ഗുഡുമായി ബന്ധമുള്ള മറ്റ് ഗുഡ്സിൻ്റെ വിലകൾ. ആദ്യത്തെ ഫാക്ടർ എടുക്കാം, പ്രൈസ് ഓഫ് ദ ഗുഡ്, ഗുഡിൻ്റെ വില. എന്താണ് ഒരു കൺസ്യൂമറിൻ്റെ ഡിമാൻഡും ഗുഡിൻ്റെ വിലയും
തമ്മിലുള്ള ബന്ധം. നമ്മൾ ഡിമാൻഡിനെ, ക്വാണ്ടിറ്റി ഡിമാൻഡഡിനെ Q എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, പ്രൈസിനെ P എന്ന ലെറ്റർ കൊണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡും പ്രൈസും തമ്മിലുള്ള ബന്ധം എന്താണ്? മറ്റ് ഫാക്ടേഴ്സിൽ മാറ്റമൊന്നുമില്ല എന്ന് അസ്യൂം ചെയ്താൽ, മറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻകം ഓഫ് ദ കൺസ്യൂമർ, പ്രൈസസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ഇവ രണ്ടിലും മാറ്റമൊന്നുമില്ല എങ്കിൽ ഒരു കൺസ്യൂമറിൻ്റെ ഡിമാൻഡ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് വിലയെ ആശ്രയിച്ചിരിക്കും. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതെങ്ങനെ പറയും? Q ഈസ് എ ഫങ്ഷൻ ഓഫ് P എന്നാണ് പറയുക. Q Pയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് അർത്ഥം. അതായത് Pയിൽ എന്തു മാറ്റം വന്നാലും Qവിലും മാറ്റം വരും. Qവും Pയും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ഈ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനെ നമ്മൾ ഡിമാൻഡ് ഫങ്ഷൻ എന്ന് പറയും. ഇനി എന്ത് തരം ബന്ധമാണ് Qവും Pയും തമ്മിലുണ്ടാകുന്നത്? അതായത് Pയിൽ ഒരു കൂടുതൽ വന്നാൽ, P വർദ്ധിച്ചാൽ Qവിന് എന്ത് സംഭവിക്കും? അല്ലെ P കുറഞ്ഞാൽ Qവിന് എന്ത് പറ്റും? Pയും Qവും തമ്മിൽ നെഗറ്റീവ് ബന്ധം അഥവാ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പാണുള്ളത്. അതായത് P കൂടുമ്പോൾ Q കുറയും, P കുറയുമ്പം Q കൂടും. ചുരുക്കി പറഞ്ഞാൽ ഒരു ഗുഡിൻ്റെ വില കൂടുമ്പോൾ കൺസ്യൂമർ ഡിമാൻഡ് കുറയ്ക്കുകയും ഗുഡിൻ്റെ വില കുറയുമ്പം കൺസ്യൂമർ ഡിമാൻഡ് കൂട്ടുകയും ചെയ്യും. കൺസ്യൂമറിൻ്റെ ഡിമാൻഡും ഗുഡിൻ്റെ വിലയും തമ്മിലുള്ള ഈ ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെ നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയും. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡിനെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? അതർ തിങ്സ് റിമെയിനിങ് ദ സെയിം, മറ്റ് ഫാക്ടേഴ്സിൽ മാറ്റമൊന്നുമില്ല എങ്കിൽ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ ഗുഡ് ഹാസ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് വിത്ത് ദ പ്രൈസ് ഓഫ് ദ ഗുഡ്. ദാറ്റ് ഈസ്, വെൻ പ്രൈസ് റൈസസ് quantity demanded falls, and when price falls quantity demanded rises. ഈ ടേബിൾ നോക്കൂ. പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡഡും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ടേബിളാണ് ഇത്. ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും, വില കൂടുന്നതനുസരിച്ച് ഡിമാൻഡ് കുറഞ്ഞു കുറഞ്ഞു വരും. ഈ ടേബിളിനെ നമ്മൾ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയും. ഡിമാൻഡ് ഷെഡ്യൂളിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഡിമാൻഡ് കേർവ്. അതായത് ഒരു ഗുഡിൻ്റെ വിലയും അതിൻ്റെ ഡിമാൻഡും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് കാണിക്കുന്ന കേർവ് ആണ് ഡിമാൻഡ് കേർവ്. ഡയഗ്രത്തിലേക്ക് നോക്കൂ. നമ്മളെപ്പോഴും ക്വാണ്ടിറ്റി ഡിമാൻഡഡ് Q എക്സ് ആക്സിസിലും പ്രൈസ് P വൈ ആക്സിസിലുമാണ് മെഷർ ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ഡിമാൻഡ് കേർവ്. എന്താണ് ഈ കേർവിൻ്റെ ഷേപ്പ്? അത് താഴേക്ക് ചരിഞ്ഞിരിക്കുന്ന ഒരു കേർവാണ് അല്ലേ?
അപ്പോൾ ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്സ്. എവിടെ നിന്ന് എങ്ങോട്ടാണ് ഇതിൻ്റെ ചരിവ്? ഇടത്തുനിന്ന് വലത്തേക്ക്. അപ്പോൾ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയും? ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഡിമാൻഡ് കർവ് ഒരു നെഗറ്റീവ്ലി സ്ലോപ്ഡ് കർവാണ്. പ്രൈസും ഡിമാൻഡും തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ടാണ് ഡിമാൻഡ് കർവിന് ഈ സ്ലോപ്പ് വന്നത്. എന്തുകൊണ്ടാണ് ഒരു ഗുഡിൻ്റെ വിലയും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയത്? ഒരു ഗുഡിൻ്റെ വില കൂടിയിരിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചേ വാങ്ങാറുള്ളൂ, കുറഞ്ഞിരിക്കുന്ന സമയത്ത് കൂടുതൽ വാങ്ങുകയും ചെയ്യും. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 2 കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഒന്ന് ഇൻകം ഇഫക്റ്റ്, 2 സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഇൻകം ഇഫക്റ്റ് എന്താണെന്ന് നോക്കാം. ഒരു സാധനത്തിന് വില കൂടി എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തേയില 1 കിലോയ്ക്ക് 50 രൂപയായിരുന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ അതിൻ്റെ വില കൂടി 100 രൂപയായി 1 കിലോയ്ക്ക് എന്ന് വിചാരിക്കുക. കൺസ്യൂമർ കഴിഞ്ഞ തവണത്തേതുപോലെ 1 കിലോ തേയില വാങ്ങാൻ 50 രൂപ ചിലവാക്കാൻ തയ്യാറായിട്ട് കടയിൽ ചെന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ കടക്കാരൻ പറയുകയാണ്, തേയിലയുടെ വില കൂടി 100 രൂപയായി, 50 രൂപയ്ക്കിനി 1/2 കിലോ തേയിലയെ കിട്ടൂ എന്ന്. അപ്പോൾ കൺസ്യൂമറിന് തൻ്റെ വരുമാനം കുറഞ്ഞതുപോലൊരു തോന്നലാണ് ഉണ്ടാവുക. അയാളുടെ വരുമാനത്തിന് മാറ്റമൊന്നും വരുന്നില്ല എങ്കിലും കയ്യിലുള്ള പൈസ കൊണ്ട് കഴിഞ്ഞ തവണത്തേതുപോലെ വാങ്ങാൻ പറ്റാതെ വരുമ്പോൾ അയാൾക്ക് അത്തരമൊരു ഫീലിംഗാണ് ഉണ്ടാവുക. വരുമാനം കുറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ കൺസംഷൻ കുറയ്ക്കും, അല്ലേ? അപ്പോൾ കൺസ്യൂമർ സ്വാഭാവികമായിട്ട് തേയില വാങ്ങുന്നതിൻ്റെ അളവ് കുറയ്ക്കും. അങ്ങനെ തേയിലയുടെ ഡിമാൻഡ് കുറയും. അങ്ങനെയാണ് വില കൂടിയപ്പം തേയിലയുടെ ഡിമാൻഡ് കുറഞ്ഞത്. ഇനി തേയിലയുടെ വില കുറഞ്ഞെന്ന് വിചാരിക്കുക. 50 രൂപയായിരുന്ന തേയില 25 രൂപയായി എന്ന് വിചാരിക്കുക. പതിവ് പോലെ 50 രൂപയുമായിട്ട് 1 കിലോ തേയില വാങ്ങാൻ പോകുന്ന കൺസ്യൂമറിനോട് കടക്കാരൻ പറയുകയാണ്, തേയിലയുടെ വില കുറഞ്ഞു, 50 രൂപയ്ക്കിപ്പോൾ 2 കിലോ തേയില വേണമെങ്കിൽ കിട്ടും, 1 കിലോയ്ക്കിപ്പം 25 രൂപയേ ഉള്ളൂ എന്ന് പറയുമ്പം കൺസ്യൂമറിന് തൻ്റെ വരുമാനം കൂടിയതുപോലൊരു ഫീലിംഗാണ് ഉണ്ടാവുക. തൻ്റെ കയ്യിൽ കൂടുതൽ പൈസ വന്നതുപോലൊരു തോന്നലുണ്ടാവും. വരുമാനം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൺസംഷൻ കൂട്ടും. അപ്പോൾ കൺസ്യൂമർ കൂടുതൽ തേയില വാങ്ങും. അപ്പോൾ തേയിലയുടെ പ്രൈസ് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടി. ഇങ്ങനെയാണ് ഒരു ഗുഡിൻ്റെ വില കൂടുമ്പം ഡിമാൻഡ് കുറയുന്നതും വില കുറയുമ്പം ഡിമാൻഡ് കൂടുന്നതും. ഇതിനെയാണ് നമ്മൾ ഇൻകം ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ. കൺസ്യൂമർ തേയില വാങ്ങാൻ പോവുകയാണ്. തേയിലയ്ക്ക് നേരത്തെ 50 രൂപയായിരുന്നു. ഇപ്പോൾ അത് കൂടിയിട്ട് 100 രൂപയായി. കടയിൽ ചെന്നപ്പോഴാണ് കൺസ്യൂമറിന് മനസ്സിലാകുന്നത് തേയിലയുടെ വില കൂടിയിട്ടുണ്ടെന്ന്.
50 രൂപയ്ക്ക് ഇനി 1/2 കിലോ തേയില കിട്ടും. അപ്പോൾ കൺസ്യൂമർ വിചാരിക്കും ഈ കൂടിയ വിലയ്ക്ക് തേയില തന്നെ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ, തേയിലയ്ക്ക് പകരം ഉപയോഗിക്കാവുന്ന സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ കൺസ്യൂമർ തേയില കുറച്ച് വാങ്ങിച്ചിട്ട് കാപ്പിപ്പൊടി വാങ്ങും. കാപ്പിപ്പൊടിക്ക് വില കൂടിയിട്ടില്ല. അപ്പോൾ തേയിലയുടെ ഡിമാൻഡ് എന്ത് ചെയ്തു? കുറഞ്ഞു. ഇതുപോലെ തന്നെയാണ് തേയിലയുടെ വില കുറയുമ്പോഴും സംഭവിക്കുന്നത്. കടയിൽ തേയില വാങ്ങാൻ പോകുന്ന കൺസ്യൂമർ തേയിലയുടെ വില കുറഞ്ഞു എന്നറിയുമ്പോൾ, അയാൾ നേരത്തെ കാപ്പിപ്പൊടിയും ഉപയോഗിക്കുന്ന ആളാണ്, തേയിലയുടെ വില കുറഞ്ഞു എന്നറിയുമ്പോൾ കാപ്പിപ്പൊടിയുടെ വിലയാണെങ്കിൽ കുറഞ്ഞിട്ടുമില്ല. അപ്പോൾ അയാൾ കാപ്പിപ്പൊടി വേണ്ടെന്ന് വച്ച് കൂടുതൽ തേയില വാങ്ങും. അപ്പോൾ തേയിലയുടെ ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ഇവിടെ എന്താ നടന്നത്? ഗുഡിൻ്റെ വില കുറഞ്ഞപ്പം ഡിമാൻഡ് കൂടി, വില കൂടിയപ്പം ഡിമാൻഡ് കുറഞ്ഞു. നമ്മളിതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന് പറയും. അപ്പോൾ ഒരു ഗുഡിൻ്റെ വിലയും ഡിമാൻഡും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പ് വരാൻ കാരണമെന്താ? ഇൻകം ഇഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും. ഇത് രണ്ടും കാരണമാണ് ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് എന്തായത്? നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആയത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഡിറ്റർമിനൻറ്റ്, അതായത് കൺസ്യൂമറിൻ്റെ ഇൻകമും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പരിശോധിക്കാം. കൺസ്യൂമറിൻ്റെ ഇൻകവും ഡിമാൻഡും തമ്മിൽ ഡയറക്റ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പാണുള്ളത്. അതായത് ഒരു കൺസ്യൂമറിൻ്റെ ഇൻകം കൂടുമ്പോൾ അയാളുടെ ഡിമാൻഡ് കൂടുകയും ഇൻകം കുറയുമ്പോൾ ഡിമാൻഡ് കുറയുകയും ചെയ്യും. സാധാരണ എല്ലാ ഗുഡ്സിൻ്റെയും കാര്യത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. ഇൻകം കൂടുന്നതനുസരിച്ച് കൺസ്യൂമർ കൂടുതൽ അളവിൽ വാങ്ങുകയും ഇൻകം കുറയുന്നതനുസരിച്ച് അളവ് കുറയ്ക്കുകയും ചെയ്യും. കൺസ്യൂമറിൻ്റെ ഇൻകവും ഡിമാൻഡും തമ്മിൽ ഈ പോസിറ്റീവ് അല്ലെങ്കിൽ ഡയറക്റ്റ് റിലേഷനുള്ള ഗുഡ്സിനെ, കൂടുതൽ ഗുഡ്സും അത്തരമുള്ളതാണ്, ഈ ഗുഡ്സിനെ നമ്മൾ നോർമൽ ഗുഡ്സ് എന്ന് പറയും. എന്നാൽ ചില ഗുഡ്സ് ഉണ്ട്, കൺസ്യൂമറിൻ്റെ ഇൻകവും ഡിമാൻഡും തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പുള്ള ഗുഡ്സ്. അതായത് കൺസ്യൂമർ ഇൻകം കൂടുന്നതനുസരിച്ച് വാങ്ങുന്നതിൻ്റെ അളവ് കുറയ്ക്കുന്നത്, ഇൻകം കുറയുന്നതനുസരിച്ച് കൂടുതൽ വാങ്ങുകയും ചെയ്യുന്ന ചില ഗുഡ്സ്. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ, ഇൻകം കൂടിയ കൺസ്യൂമേഴ്സ് കുറച്ച് വാങ്ങുന്നതും അല്ലെങ്കിൽ വാങ്ങാതിരിക്കുകയും ഇൻകം കുറഞ്ഞ കൺസ്യൂമേഴ്സ് കൂടുതൽ വാങ്ങുകയും ചെയ്യുന്ന തരത്തിലുള്ള ഗുഡ്സ്. ഫോർ എക്സാമ്പിൾ, മണ്ണെണ്ണ സ്റ്റൗ. ഇൻകം കുറഞ്ഞ ഉപഭോക്താക്കളുടെ വീടുകളിലാണ് സാധാരണ മണ്ണെണ്ണ സ്റ്റൗ കാണാറുള്ളത്. കുറച്ചുകൂടെ ഇൻകം ആവുമ്പോൾ മണ്ണെണ്ണ സ്റ്റൗ മാറ്റി ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറും. കുറേ കൂടെ ഇൻകം ഉള്ളവർ ഇൻഡക്ഷൻ കുക്കറും ഒക്കെ അതിനോടൊപ്പം യൂസ് ചെയ്യും. അപ്പോൾ മണ്ണെണ്ണ സ്റ്റൗ ഒരു ഇൻഫീരിയർ ഗുഡാണ്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ വേണമെങ്കിൽ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയാം. കാരണം ഹൈ ഇൻകം ഉള്ളവർ സാധാരണ വാങ്ങിക്കാത്ത ഗുഡ്സാണ് അത്. ഇനി മൂന്നാമത്തെ ഡിറ്റർമിനൻറ്റ് നോക്കാം, പ്രൈസസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. കൺസ്യൂമർ വാങ്ങുന്ന ഗുഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള
മറ്റ് ഗുഡ്സിൻ്റെ വിലകൾ കൺസ്യൂമറിൻ്റെ ഡിമാൻഡിനെ സ്വാധീനിക്കും. റിലേറ്റഡ് ആയിട്ടുള്ള ഗുഡ്സ് എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള ഗുഡ്സാണുള്ളത്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെൻ്ററി ഗുഡ്സും. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗുഡിന് പകരം ഉപയോഗിക്കാവുന്ന ഗുഡ്സാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചായ, കാപ്പി സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സാണ്. കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗുഡിനോടൊപ്പം സാധാരണയായി ഉപയോഗിക്കുന്ന ഗുഡാണ് കോംപ്ലിമെൻ്ററി ഗുഡ്. ഇപ്പോൾ എക്സാമ്പിൾ ഷൂസ്, സോക്സ്, ഇത് രണ്ടും കോംപ്ലിമെൻ്ററി ഗുഡ്സാണ്. അപ്പോൾ എങ്ങനെയാണൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിൻ്റെ വില ഒരു ഗുഡിൻ്റെ ഡിമാൻഡിനെ ബാധിക്കുന്നത്? നമുക്കതൊന്ന് നോക്കാം. ചായയും കാപ്പിയും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണല്ലോ. തേയിലയുടെ വില കൂടി എന്ന് വിചാരിക്കുക. കൺസ്യൂമർ എന്ത് ചെയ്യും? തേയിലയ്ക്ക് പകരം കാപ്പിപ്പൊടി വാങ്ങും. അപ്പോൾ തേയിലയുടെ ഡിമാൻഡ് കുറയും, കാപ്പിപ്പൊടിയുടെ ഡിമാൻഡ് കൂടും. കാപ്പിയുടെ വില കൂടി എന്ന് വിചാരിക്കുക. 10 രൂപയായിരുന്ന കാപ്പി 15 രൂപയായി എന്ന് കരുതുക. സാധാരണ കാപ്പി വാങ്ങിക്കൊണ്ടിരുന്ന കുറച്ച് കൺസ്യൂമേഴ്സ് കാപ്പി വേണ്ടെന്ന് വച്ച് വില കൂടിയിട്ടില്ലാത്ത, ഇപ്പോഴും 10 രൂപയിൽ തന്നെ നിൽക്കുന്ന ചായ വാങ്ങും. അപ്പോൾ ചായയ്ക്ക് ഡിമാൻഡ് കൂടും. ഇനി കാപ്പിയുടെ വില കുറഞ്ഞെന്ന് വിചാരിക്കുക. ചായയുടെ വില 10 രൂപയിൽ തന്നെ നിൽക്കുകയാണ്, കാപ്പിയുടെ വില 7 രൂപയായി എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തു പറ്റും? കുറച്ച് കൺസ്യൂമേഴ്സ് ചായ വേണ്ടെന്ന് വെച്ച് കാപ്പി വാങ്ങും. അപ്പോൾ ചായയുടെ ഡിമാൻഡ് കുറയും. ഇങ്ങനെയാണ് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിൻ്റെ വിലയിൽ വരുന്ന മാറ്റം മറ്റൊരു ഗുഡിൻ്റെ ഡിമാൻഡിനെ ബാധിക്കുന്നത്. ഇനി കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കാര്യം എടുക്കാം. ഷൂസും സോക്സും കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആണല്ലോ. ഷൂസിന് വില പെട്ടെന്നങ്ങ് കൂടി എന്ന് വിചാരിക്കുക. വില കൂടുമ്പം സ്വാഭാവികമായിട്ടും ഷൂസിന് ഡിമാൻഡ് കുറയും. ഷൂസിന് ഡിമാൻഡ് കുറയുമ്പം അതിനോടൊപ്പം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സോക്സിനും ഡിമാൻഡ് കുറയും. അപ്പോൾ ഷൂസിൻ്റെ വിലയിൽ വന്ന ഇൻക്രീസ് സോക്സിൻ്റെ ഡിമാൻഡ് കുറച്ചു. ഇനി ഷൂസിന് വില കുറഞ്ഞാലോ? ഷൂസിന് ഡിമാൻഡ് കൂടുകയും അതിനോടൊപ്പം സോക്സിൻ്റെ ഡിമാൻഡും കൂടുകയും ചെയ്യും. അപ്പോൾ ഡിമാൻഡ് എന്താണെന്നും ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ ഒരു ഏകദേശ ധാരണ കിട്ടിക്കാണുമല്ലോ. ഇനി ഡിമാൻഡ് കേർവിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിലാവാം. ഇതുവരെയുള്ള പോർഷൻസ് കൃത്യമായി പഠിക്കുകയും നോട്ട്സ് എഴുതുകയും ചെയ്യണം. താങ്ക് യു. ബൈ.